ശബരിമല തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ ആവശ്യത്തിന് തീരുമാനമെടുക്കേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തീരുമാനമെടുക്കേണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മകനെ അടുത്ത തന്ത്രിയാക്കണമെന്ന കണ്ഠരര് രാജീവരുടെ കത്തിൽ ദേവസ്വം ബോർഡ് ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഈ ശബരിമല തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് കണ്ഠരര് രാജീവരുടെ ആവശ്യത്തിൽ മകനെ തന്ത്രിയാക്കണം എന്ന ആവശ്യത്തിൽ എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കാത്തത്? മറ്റെന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? രതീഷ്, ഈ ചിങ്ങമാസം മുതൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ഊഴമാണ് ശബരിമല തന്ത്രിയായി. പക്ഷേ തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായിരിക്കുന്ന അവസരത്തിൽ രാജീവർ മകൻ ബ്രഹ്മദത്തനെ ഇത്തവണ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ദേവസ്വം ബോർഡിന് നൽകി. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ അജണ്ടയായി ഈ വിഷയം വന്നു. പ്രസിഡന്റ് ഈ വിഷയം ഉന്നയിച്ചു. പക്ഷേ ഒരു അഭിപ്രായമായി ഉയർന്നു വന്നത് രാജീവർക്കെതിരെ ഒന്നിലധികം കേസുകളുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നൽകുന്ന കത്തിൽ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കേണ്ട, മറിച്ച് ഇത് സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ചിങ്ങമാസം മുതൽ ഉള്ള കാലത്ത് ആരായിരിക്കണം ശബരിമല തന്ത്രി എന്നത് കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുന്നത് സംബന്ധിച്ച തീരുമാനം അടുത്ത ദേവസ്വം ബോർഡ് എടുക്കും. കഴിഞ്ഞ തവണ നിലവിൽ മഹേഷ് മോഹനര്, അതായത് മുൻ തന്ത്രിയായിരുന്ന കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനരാണ് ഇപ്പോൾ തന്ത്രിയായി സേവിക്കുന്നത്. എന്നാൽ അടുത്ത ഊഴം രാജീവർക്കാണ്. അതിന് പകരം മകനെ ആക്കണമെന്ന ആവശ്യം ആ കത്ത് ബോർഡ് തലത്തിലൊരു തീരുമാനമെടുക്കാതെ ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് എത്തുകയാണ്. ശരി, കണ്ഠരര് രാജീവരുടെ മകനെ തന്ത്രിയാക്കണം. ഇത്തവണ അദ്ദേഹത്തിന് ഊഴമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ ആക്കണമെന്ന കത്താണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിക്ക് വിടുന്നത്. ഹൈക്കോടതിയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തുന്നതെന്ന് നമുക്കറിയാം. സ്വാഭാവികമായും ഈ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡ് മാറി നിൽക്കുക കൂടിയാണ് എന്നുകൂടി നമുക്ക് കാണേണ്ടി വരും. ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് എടുക്കട്ടെ എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.